ഡെയിലി ബസ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ പറയാൻ പോകുന്ന കഥ അറിയാത്ത കൃഷ്ണഭക്തർ കുറവായിരിക്കും. എങ്കിലും ഇതാ കേട്ടോളൂ. പണ്ടൊരിക്കൽ ഗുരുവായൂരിനടുത്തുള്ള ഒരു ഗ്രാമത്തിൽ ഭഗവാന്റെ പരമഭക്തനായ ഒരു ദരിദ്രനായ കർഷകൻ ജീവിച്ചിരുന്നു. വലിയ രീതിയിലുള്ള വഴിപാടുകൾ നടത്താനോ പണം ക്ഷേത്രത്തിൽ സമർപ്പിക്കാനോ ഉള്ള സാമ്പത്തിക ശേഷി അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. ഭഗവത് ചിന്ത മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ആകെയുള്ള സമ്പാദ്യം. ഒരു ദിവസം തന്റെ പറമ്പിൽ നിൽക്കുന്ന ആ തെങ്ങ് ആദ്യമായി കായ്ച്ചപ്പോൾ അതിലെ ആദ്യത്തെ കുലയിലെ തേങ്ങകൾ മുഴുവൻ ഗുരുവായൂരപ്പന് നേരിട്ട് സമർപ്പിക്കാമെന്ന് അദ്ദേഹം ഭക്തിപൂർവ്വം നേർന്നു. തേങ്ങ പാകമായപ്പോൾ അദ്ദേഹം അവ ഭംഗിയായി പറിച്ച് ഒരു വലിയ കെട്ടിലാക്കി തലച്ചുമടായി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് നടന്നു. വഴി നീളെ ഭഗവാന്റെ നാമങ്ങൾ ജപിച്ച് ഒടുവിൽ അദ്ദേഹം ക്ഷേത്രത്തിന്റെ നടയിലെത്തി. നന്നേ ക്ഷീണിതനായതുകൊണ്ടും ഭക്തിയുടെ പാരവശ്യം കൊണ്ടും താൻ കൊണ്ടുവന്ന തേങ്ങകൾ ഭഗവാന്റെ നടയിൽ സമർപ്പിക്കാൻ അദ്ദേഹം തിടുക്കം കാട്ടി. എന്നാൽ അന്നത്തെ കാലത്ത് ക്ഷേത്രത്തിന് പുറത്തുണ്ടായിരുന്ന ചില കാവൽക്കാരും അഹങ്കാരികളായ ചില ഉദ്യോഗസ്ഥരും ഈ ദരിദ്രനായ ഭക്തനെ തടഞ്ഞു. താൻ എന്താണ് ഈ വലിയ കെട്ടുമായി വരുന്നത്? ഒരു ഉദ്യോഗസ്ഥൻ പരിഹാസത്തോടെ ചോദിച്ചു. ഇത് എന്റെ തെങ്ങിലെ ആദ്യത്തെ കുലയിലെ തേങ്ങകളാണ്. ഗുരുവായൂരപ്പന് സമർപ്പിക്കാൻ ഞാൻ നേർന്നതാണ്. ഉള്ളിൽ കൊണ്ടുപോയി ഭഗവാന്റെ നടയിൽ വെക്കാൻ അനുവാദം തരണം, ഭക്തൻ കൈകൂപ്പി വിനയത്തോടെ അപേക്ഷിച്ചു. ഇത് കേട്ട ഉദ്യോഗസ്ഥർ ഉറക്കെ ചിരിച്ചു. അവരിൽ ഒരാൾ പരിഹാസത്തോടെ പറഞ്ഞു, ഓ, വലിയൊരു വഴിപാട്! ഇവിടുത്തെ ഭഗവാന് തേങ്ങയ്ക്കൊന്നും ഒരു കുറവുമില്ല. അയ്യോ, അങ്ങനെ പറയല്ലേ, ഇത് ഭഗവാന് വേണ്ടി മാത്രമുള്ളതാണ്. ആ വൃദ്ധൻ കരഞ്ഞു പറഞ്ഞു. തന്റെ ഈ തേങ്ങയ്ക്ക് എന്താ ഇത്ര പ്രത്യേകത? ഇതിനെന്താ കൊമ്പുണ്ടോ? കാവൽക്കാരുടെ പരിഹാസവും ക്രൂരമായ വാക്കുകളും കേട്ട് ആ ഭക്തന്റെ മനസ്സ് തകർന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഉള്ളിൽ കൊണ്ടുപോകാൻ കാവൽക്കാരൻ സമ്മതിക്കാത്തതിനാൽ അദ്ദേഹം ആ തേങ്ങ കെട്ട് ക്ഷേത്ര നടപ്പന്തലിൽ തന്നെ താഴെ വെച്ചു. തുടർന്ന് കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി ഗുരുവായൂരപ്പനെ വിളിച്ചു കരഞ്ഞു. ഭഗവാനെ, അടിയന്റെ കയ്യിൽ അങ്ങേക്ക് സമർപ്പിക്കാൻ ഈ തേങ്ങകൾ മാത്രമേ ഉള്ളൂ. ഇത് സ്വീകരിക്കണേ. അയാളുടെ നിഷ്കളങ്കമായ പ്രാർത്ഥന കേട്ട ഭഗവാൻ അവിടെ ഒരു അത്ഭുതം പ്രവർത്തിച്ചു. പെട്ടെന്ന് തന്നെ ആ തേങ്ങ കെട്ടിലുണ്ടായിരുന്ന എല്ലാ തേങ്ങകളിൽ നിന്നും നീളമുള്ള കൊമ്പുകൾ പുറത്തേക്ക് മുളച്ചു വന്നു. തേങ്ങയുടെ മുകളിൽ മൃഗങ്ങളുടെ കൊമ്പ് പോലെ കട്ടിയുള്ള കൊമ്പുകൾ വളർന്ന് ചാക്കിനെ തുളച്ച് പുറത്തേക്ക് വന്നു. അതുകൊണ്ട് അവിടെയുണ്ടായിരുന്ന ഭക്തജനങ്ങളും കാവൽക്കാരും അത്ഭുതപ്പെട്ടു. ഭഗവാൻ തന്റെ ഭക്തന്റെ മാനം കാക്കാൻ വേണ്ടി നടത്തിയ ലീലയായിരുന്നു അത്. ഭയന്നുപോയ ക്ഷേത്രാധികാരികൾ ഭക്തനോട് ക്ഷമ ചോദിക്കുകയും ആ കൊമ്പുള്ള തേങ്ങകൾ ഭഗവാന്റെ നടയിൽ ഭക്തിയാദരപൂർവ്വം സമർപ്പിക്കുകയും ചെയ്തു. ഭഗവാന്റെ മുന്നിൽ ധനികനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ലെന്നും ഭഗവാന് പ്രിയം ബാഹ്യമായ ആഡംബരങ്ങളല്ല, മറിച്ച് നിഷ്കളങ്കമായ ഭക്തി മാത്രമാണെന്നും ഈ സംഭവം ലോകത്തെ ബോധ്യപ്പെടുത്തി. ഇന്നും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഈ കൊമ്പുള്ള തേങ്ങകൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടത്രേ. ഹരേ കൃഷ്ണ.